പുന്നപ്ര ശാന്തി ഭവൻ സർവോദയ ചാരിറ്റബിൾ ട്രസ്റ്റ് 30ാം വർഷത്തിലേക്ക് കടക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വെള്ളിയാഴ്ച പൊതുസമ്മേളനം നടക്കും. അഗതികളുടെ പുനരധിവാസത്തിലൂടെ ശ്രദ്ധേയമായ പുന്നപ്ര ശാന്തി ഭവൻ സർവോദയ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 30ാം വാർഷികം വെള്ളിയാഴ്ച നടക്കും. 1997 ജനുവരി 30-ന് തെരുവിൽ നിന്ന് ഒരാളെയും കൊണ്ട് ബ്രദർ മാത്യു ആൽബിൻ ആരംഭിച്ച തെരുവ് മക്കളുടെ അഭയകേന്ദ്രമാണ് ശാന്തി ഭവൻ. മനോനില തെറ്റിയ 100-ൽ പരം അന്തേവാസികളെ ശുശ്രൂഷിക്കുന്ന ആശ്രമമാണ്. 3 പതിറ്റാണ്ട് പിന്നിടുകയാണ് ശാന്തി ഭവൻ. 30 വർഷം കാരുണ്യത്തിൻ്റെ കനൽ വഴികളിലൂടെ 1000-ഓളം ആളുകളെയാണ് ഈ കാലയളവിൽ സുഖപ്പെടുത്തി ഇന്ത്യയുടെ നാനാഭാഗത്തുള്ള അവരുടെ സ്വഭവനങ്ങളിൽ എത്തിക്കാൻ കഴിഞ്ഞത്. നാനാജാതി മതസ്ഥരുടെ സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് ശാന്തി ഭവനിലെ ദൈനംദിന കാര്യങ്ങൾ നടന്നു പോകുന്നത്. 30 ആണ്ടുകൾ പിന്നിടുമ്പോൾ ശാന്തി ഭവൻ അങ്കണത്തിൽ ജനുവരി മാസം 30-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക് ആരംഭിക്കുകയാണ് പൊതുസമ്മേളനം. ആധ്യാത്മിക, സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖർ പങ്കെടുക്കുന്ന പരിപാടിയാണ്. 30 ആണ്ടുകൾ പിന്നിടുമ്പോൾ മറ്റൊരു കാര്യം കൂടെ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. ബ്രദർ മാത്യു ആൽബിൻ ജയിൽ മോചിതനായിട്ട് 30 ആണ്ടുകൾ പിന്നിടുകയാണ്. 1997 ജനുവരി മാസം 26-ാം തീയതി റിപ്പബ്ലിക് ദിനത്തിൽ സർക്കാർ പൊതുമാപ്പ് നൽകി നല്ല നടപ്പിന് വിട്ടയച്ച അദ്ദേഹത്തിൻ്റെ 30 ആണ്ടുകൾ പിന്നിടുന്ന ജീവകാരുണ്യ പ്രവർത്തനം കൂടിയാണ് ശാന്തി ഭവൻ. ഇതിനോടനുബന്ധിച്ച് പൊതുസമ്മേളനം അടക്കമുള്ള പരിപാടികൾ നടക്കും. 1997 ജനുവരി 30-ന് ഒരാളുമായി വാടക ഷെഡിൽ ആരംഭിച്ച തെരുവ് മക്കളുടെ അഭയകേന്ദ്രമാണ് ശാന്തി ഭവൻ എന്ന് ഇതിന് നേതൃത്വം നൽകുന്ന മാത്യു ആൽബിൻ പറഞ്ഞു. ഇപ്പോൾ 200-ഓളം സ്ത്രീ പുരുഷന്മാരായ അന്തേവാസികളും ഇവരുടെ ശുശ്രൂഷയ്ക്കായി 24-ഓളം ജീവനക്കാരും സ്ഥാപനത്തിലുണ്ട്. മാത്യു കുഞ്ചറിയ എന്ന മനുഷ്യസ്നേഹി നിർമ്മിച്ചു നൽകിയ 2-നില കെട്ടിടത്തിലാണ് ശാന്തി ഭവൻ പ്രവർത്തിക്കുന്നത്. നാനാജാതി മതസ്ഥരുടെ സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് ശാന്തി ഭവനിലെ ദൈനംദിന കാര്യങ്ങൾ നടക്കുന്നതെന്നും മാത്യു ആൽബിൻ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ മാത്യു ആൽബിനെ കൂടാതെ ഫാദർ ഈനാശു വിൻസെന്റ് ചിറ്റിലപ്പള്ളി, എം സന്തോഷ് കുമാർ, ബിനോയ് തങ്കച്ചൻ, ജോർജ് പരുത്തിയിൽ എന്നിവർ പങ്കെടുത്തു. CDNet ന്യൂസ് കായംകുളം.